നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ദേശത്തിന്റെ കാവൽക്കാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യെഹെസ്കേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 7 വാക്യം വെച്ചുകൊണ്ട് ദൈവം യെഹെസ്കേലിനോട് പറയാണ്, ഞാൻ നിന്നെ ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ, അതായത് ഇതൊരു ദൈവികമായ അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ ആക്കി വെച്ചിരിക്കുന്നു. 1 വാക്യത്തിൽ ജനം ആക്കി വെക്കുന്ന കാവൽക്കാരനെ കുറിച്ച് നമ്മൾ കാണുന്നു. ഇവിടെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതായ ഒരു കാവൽക്കാരൻ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാവൽക്കാരൻ ജനങ്ങളെ പ്രസാദിപ്പിക്കാൻ നോക്കും. എന്നാൽ കർത്താവ് അപ്പോയിന്റ് ചെയ്ത ഒരു കാവൽക്കാരന്റെ പൂർണ്ണമായ ചുമതലയും ഉത്തരവാദിത്വവും ആഗ്രഹവും എല്ലാം എന്താണ്? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എനിക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? എനിക്ക് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ സുഖിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്സ് ഒന്നും ദൈവത്തിന്റെ അടുത്ത് ചെലവാകത്തില്ല. ചെലവാകുമോ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതൊക്കെ പറഞ്ഞ് ദൈവത്തെ കളിപ്പിക്കാൻ നോക്കുമെന്ന്. അവൻ മനുഷ്യനല്ല. അതുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കാൻ ഒറ്റ കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ പറയുന്നത് അനുസരിക്കുക, അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അനുസരണം കൊണ്ട് മാത്രമേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കാവൽക്കാരനോട് സംസാരിക്കുന്ന ദൈവം കാവൽക്കാരൻ എന്തനുസരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് വാക്കുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട എന്റെ നാമത്തിൽ അവരെ ഓർമ്മിപ്പിക്കണം. ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. അവിടെ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ നടക്കണം. കമ്മ്യൂണിക്കേഷൻ നടന്നാലേ പറ്റുള്ളൂ. കർത്താവ് സംസാരിക്കും, നമ്മൾ കേട്ടോണം. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളിങ്ങനെയുള്ള ആ കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതോട് ചേർന്ന് പറയുന്ന കാര്യം, എന്റെ നാമത്തിൽ നീ അവരെ ഓർമ്മപ്പെടുത്തണം. പോയി എന്റെ പേര് പറഞ്ഞല്ല. സാജുവിനും ആരോടും ഒന്നും പറയാനില്ല. പറയാനുള്ളത് ആർക്കാണ്? ദൈവത്തിനാ. അതുകൊണ്ട് കർത്താവ് എന്നോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു, കാവൽക്കാരനാകുവാൻ ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും ദൈവം പറയുന്നു, ഞാൻ പറയുന്നത് നീ അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് നീ കേൾക്കണം ആദ്യം, എന്നാലല്ലേ പോയി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്യുവർ കമ്മ്യൂണിക്കേഷൻ, എ ഡിവൈൻ അപ്പോയിന്റ്മെന്റ്, എ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ഡിവൈൻ റിപ്രസെന്റേഷൻ. അതായത് എന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ പേരിലല്ല, ഞാൻ ആരുടെ പേരിലാണ് ചെല്ലുന്നത്? ദൈവത്തിന്റെ പേരിലാണ് ചെല്ലുന്നത്. അപ്പൊ ചെന്ന് ഞാൻ പറയുന്നത് തന്നെ ദൈവം പറയുന്നെന്ന് പറഞ്ഞാണ്. അഥവാ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിവൈൻ റെപ്രസെന്റേഷൻ, ദൈവികമായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട്. അപ്പൊ ദൈവം നിയോഗിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവത്തെ പ്രതിനിധീകരിച്ച് ഞാൻ സംസാരിക്കുന്നു. ആദ്യം ദൈവം സംസാരിക്കുന്നു, ദൈവത്തെ പ്രതിനിധീകരിച്ച് ഞാൻ പിന്നീട് സംസാരിക്കുന്നു. ഈ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ കഴിയുന്നത് എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. എന്നെ അപ്പോയിന്റ് ചെയ്തത് മനുഷ്യനൊന്നും അല്ലെന്ന്. അത് പറയുന്നത് അഹങ്കാരമല്ല, അഭിമാനമാണ്. അഹങ്കാരമാകരുത്. അഹങ്കാരമായി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ്. എന്താണ് അഭിമാനം? ഈ പുഴുവിനെ ദൈവം അതിനുവേണ്ടി തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള ആ താഴ്മയിൽ നിന്നാണ് അഭിമാനം ഉണ്ടാകുന്നത്. താഴ്മയിൽ നിന്നുണ്ടാകുന്ന അഭിമാനം ഒരിക്കലും അഹങ്കാരമാകത്തില്ല. പലപ്പോഴും നമ്മൾ അഹങ്കാരമാകുന്നത് താഴ്മയില്ലാതെ ഉണ്ടാകുന്ന എന്താണ്? അഭിമാനമാണ് അഹങ്കാരമായി തീരുന്നത്. അവ തുടക്കം പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആരാ? ഐ എം നോബഡി. ഞാൻ ദൈവത്തിന് ഒരു ഫേവർ ചെയ്യല്ല. പലപ്പോഴും ആളുകളുടെയൊക്കെ ചിന്ത നമ്മൾ കർത്താവിന് ഏതാണ്ട് ഉപകാരം ചെയ്യുന്നുള്ള നിലയിലാണ്. കർത്താവ് നമ്മളെ കാവൽക്കാരനാക്കി വെക്കുന്നത് അവന്റെ എന്നോടുള്ള കരുണയാണ്, അല്ലാതെ ഞാൻ അവന് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല. ഞാൻ ഈ കോളേജ് ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയും, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ തീരുമാനമെടുത്തതോടുകൂടെ നിങ്ങൾ ദൈവത്തിന് ഏതാണ്ട് ഉപകാരം ചെയ്യുകയാണെന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങളില്ലെങ്കിലും ദൈവത്തിന് ഒന്നും പറ്റാനില്ല. പക്ഷേ ദൈവം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്.
പക്ഷെ അഭിമാനം അഹങ്കാരമല്ല. ഈ പുഴുവിനെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. പിന്നെ അതെന്നെ വലിയൊരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. എന്നാന്നറിയാമോ? അതോറിറ്റി നിന്റേതല്ല, എന്റേതാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ നാമത്തിൽ, അവന്റെ നാമത്തിൽ. ഞാൻ അവനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് വാല്യൂ ഉള്ളത്. ഇല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല. സാജു പോയി പറഞ്ഞ ആര് കേൾക്കാനാ? പക്ഷെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് സാജു പറയുമ്പോഴാണ് സാജുവിന്റെ വാക്കിന് വില ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്നാ വില? നമ്മൾ സാധാരണ പറയുമല്ലോ, യേശു രാജകീയ പ്രവേശനം യെരുശലേമിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുത്തത് കുതിരയല്ല, ആനയല്ല, ഒട്ടകത്തെ അല്ല, കഴുതയാണ്. അപ്പൊ കഴുതപ്പുറത്ത് യേശു അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെയും അവരുടെ വസ്ത്രങ്ങളെ നിലത്ത് വിരിച്ചിട്ട് എന്താണ്, കഴുത അതിന്റെ മണ്ടയ്ക്കൂടെ നടന്നു പോവുക. അപ്പൊ കഴുത അങ്ങ് ചിന്തിക്കുകയാണെന്ന് വെച്ചു, എന്നെ ആളുകൾ എന്തുമാത്രം ബഹുമാനിക്കുന്നല്ലേ. ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് എന്റെ കാല് നിലത്ത് തൊടാതെ വണ്ണം എന്താണ്, പരവതാനി പോലെ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് എന്നെ അതിലൂടെ നടത്തുന്നു. ഞാൻ എത്ര മഹാനെന്നൊക്കെ ചിന്തിച്ച് അവിടെ ചെന്ന് യേശു ദേവാലയത്തിലേക്ക് പോയപ്പോൾ കുറച്ചു നേരം നോക്കി നിന്ന് കഴുത, എന്നാ പിന്നെ നമുക്ക് തിരിച്ചൊന്ന് പോയേക്കാം. പക്ഷെ തിരിച്ചു പോയപ്പോൾ ആരും വസ്ത്രങ്ങൾ വിരിക്കുന്നില്ല. ഇതെന്താണ് ഒരുത്തനും വസ്ത്രങ്ങൾ വിരിക്കാത്തത്? അങ്ങോട്ട് പോയപ്പോൾ എന്തെല്ലാം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ വസ്ത്രം വിരിക്കാത്തത്? അങ്ങനെ നോക്കിയപ്പോഴാ അലക്കുകാരൻ അവിടെ തുണി കഴുകി ഉണക്കാനിട്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് മുമ്പിൽ വിരിച്ചു തന്നതാണെന്നും വെച്ചോണ്ട് ഇവൻ അവിടത്തെ കയറി ചവിട്ടുകയും പൊത്തോ നടി. ഇതെന്താണ്, നേരത്തെ ഞാൻ തുണിയെ ചവിട്ടിയിട്ട് ആരും എന്നെ തല്ലിയില്ലല്ലോ, ഇപ്പോഴെന്നാ തല്ലുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നേരത്തെ നിന്റെ പുറത്ത് യേശു ഉണ്ടായിരുന്നു, ഇപ്പൊ നിന്റെ പുറത്ത് യേശു ഇല്ല. അപ്പൊ യേശു പുറത്തുള്ളപ്പോഴാ വസ്ത്രമൊക്കെ കിട്ടുന്നേ. യേശുവിനെ ഇറക്കി വിട്ടിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ആരും വസ്ത്രം വിരിച്ചു തരാനൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ സ്വന്തം കയ്യിൽ നിന്നിട്ട് പ്രസംഗിക്കാനും പ്രവചിക്കാനും പോകുന്നവൻ കുറച്ച് കഴിയുമ്പോൾ തല്ലുകൊള്ളു, അതിന് സംശയമൊന്നുമില്ല. പൊത്തോ നടി കിട്ടുമ്പോൾ അറിയുന്നത് പുറത്ത് യേശു ഇല്ലല്ലോ. അതുവരെ ഇതൊക്കെ എനിക്ക് കിട്ടുന്നതാണെന്നുള്ള മട്ടില് നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകാം. പക്ഷെ എപ്പോഴും എനിക്ക് ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ അവന്റെ നാമത്തിലാണ് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ചെല്ലുന്നത്. എന്റെ അതോറിറ്റി അല്ല, എന്റെ കാഴ്ചപ്പാടല്ല, എന്റെ അറിവല്ല, എന്റെ ചിന്താഗതിയല്ല. എനിക്ക് തോന്നുന്ന ഉപദേശം പറയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതാര് പറയുന്നത്? അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്, നീ എന്ത് ചെയ്യണം? ഹിയർ ഫ്രം മീ, എന്നിൽ നിന്ന്, എന്റെ വായിൽ നിന്ന് വചനം കേട്ട് അവരെ എന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കണം. എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ ആരും, ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ഈ എപ്പിസ്കോപ്പസിയുടെ ഒരു പ്രശ്നം നമ്മുടെ സഭകളിലും കടന്നുകൂടിയിട്ടുണ്ട്. അത് പാസ്റ്റർമാരൊക്കെ അച്ഛന്മാരെ പോലെ ജീവിക്കുന്നെന്നോ നടക്കുന്നെന്നോ പറയുന്നതല്ല. അതിലുപരിയായിട്ട് നമ്മളൊരു വലിയൊരു സെപ്പറേഷൻ വരുത്തി വെച്ചിട്ടുണ്ട്. എന്നറിയാമോ? ദൈവിക ശുശ്രൂഷയെ കുറിച്ച് എന്തോ പറഞ്ഞാലും ഉടനെ തന്നെ പറയും, അദ്ദേഹം പാസ്റ്റർമാരോട് സംസാരിച്ചാണെന്ന് പറയും. ഞാനിത് പറയുന്നത് പാസ്റ്റർമാരോടല്ല. ദൈവം കാവൽക്കാരായിട്ട് പാസ്റ്റർമാരെ മാത്രമല്ല ആക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളെയൊക്കെ ദൈവം കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ സമൂഹത്തോടായിരിക്കാം, ഒരു വലിയ സമൂഹത്തോടായിരിക്കാം, പക്ഷെ നമ്മൾ എല്ലാവരും ആരാണ്? കാവൽക്കാരാണ്. ഒരു വീട്ടമ്മയോട് ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിലെ കാവൽക്കാരിയാ നീ. നിന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നീയും ആരാണ്? കാവൽക്കാരിയാണ്. ഒരു പുരുഷൻ കാവൽക്കാരനാണ്. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ കാവൽക്കാരനാണ്. നിന്റെ ഓഫീസിൽ ദൈവം നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ദൈവം, നമുക്ക് ആക്സസ് ഉള്ള ഒരു സമൂഹം എന്താണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മളെ എന്താക്കി വെച്ചിരിക്കുകയാണ്? കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് കാവൽ? അവന്റെ വായിൽ നിന്ന് വചനം കേട്ട് അവന്റെ നാമത്തിൽ സംസാരിക്കുവാനായി ദൈവം അവൻ മുഖാന്തിരം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അവൻ തന്നെയാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം കേൾക്കണം. അവന്റെ നാമത്തിൽ അവനെ റെപ്രസെന്റ് ചെയ്യുന്നു, അവന്റെ പ്രതിനിധിയാണ്. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ പദവി ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ആൾക്കാർ പറയുമ്പോഴെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തായിരുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം? അത് ബ്രദറെ, അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയിലൊക്കെയും ബഹുസമ്പന്നനായിരുന്നു. അതൊന്നും അല്ല ദൈവം അവന് കൊടുത്ത അനുഗ്രഹം. വാസ്തവം പറഞ്ഞാൽ അതവന് മിസ്രൈമിൽ നിന്ന് കിട്ടിയതാ. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് അവൻ കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയിലൊക്കെ ബഹുസമ്പന്നനായിരുന്നത്. അല്ലാതെ അവൻ അതൊരു വലിയൊരു ദൈവി, അല്ലെങ്കിൽ കന്നുകാലി, വെള്ളി, പൊന്ന ഇവയിലൊക്കെ സമ്പന്നൻ, അതിനേക്കാളും സമ്പന്നനല്ലേ ഫറവോൻ? ഇല്ലേ?
നമ്മളെക്കാളൊക്കെ എത്രയോ സമ്പന്നരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അങ്ങനെയല്ലേ കൂടുതൽ? അതുകൊണ്ട് അതാണ് ദൈവം നൽകുന്ന അനുഗ്രഹം എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവർ പലരും ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. ഏതാണെങ്കിലും പാലക്കാട്ടെ ഏറ്റവും വലിയ കാറ് നിങ്ങളുടെ കയ്യിലൊന്നും അല്ലല്ലോ, അത് ദൈവമില്ലാത്തവൻ്റെ കയ്യിലല്ലേ? പാലക്കാട്ടെ ഏറ്റവും വലിയ വീടും നിങ്ങളുടെ കയ്യിലല്ല, ആണോ? അല്ല, അതും ദൈവമില്ലാത്തവൻ്റെ കയ്യിലാണ്. പാലക്കാട്ടെ ഏറ്റവും വലിയ ജോലിയും നിങ്ങളുടെ കയ്യിലല്ല, അതൊക്കെ ദൈവത്തെ വിളിക്കുന്നവന്റെ കൂടെ അല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലുതൊന്നും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ അതാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നത്. അതാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ പോയി മുട്ടുകുത്തേണ്ടി വരും. അതാണ് അനുഗ്രഹമെങ്കിൽ. എന്താണ് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്ന് വെച്ചാൽ ഭൂമിയിലെല്ലായിടവും ഞാൻ നിനക്ക് നൽകുന്ന അനുഗ്രഹം കൊണ്ട കൊടുക്കാൻ വേണ്ടി എന്റെ പ്രതിനിധിയായിട്ട് നീ പോകുമെന്നുള്ളതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. അതാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം. അത് തന്നെയാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം. എന്താണ്? ദൈവത്തെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. ആ അവകാശം എനിക്ക് അഭിമാനമാണ് എന്ന് തന്നെയല്ല, ഞാൻ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും എന്നേക്കാൾ ഉയർന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ നാച്ചുറലി നമ്മൾക്ക് പലപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത്, ഇടപെടേണ്ടി വരുന്നത് ഒക്കെ നമ്മളെക്കാൾ വ്യത്യസ്തരും കൂടിയവരുമായ ആളുകളുടെ മുമ്പിലൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്കൊരു പേടിയുമില്ല. എന്തുകൊണ്ട് പേടിയില്ല? കാര്യം ഞാൻ എന്റെ പേരിലല്ല ചെല്ലുന്നത്, സർവശക്തനായ കർത്താവിന്റെ അതോറിറ്റിയുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവൻ എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതോറിറ്റിയാണ് ആരോടും സുവിശേഷം പറയാൻ എനിക്ക് പ്രാപ്തി നൽകുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആരോടൊക്കെ എത്രയോ വലിയ വലിയ ആളുകളോട്, മാനുഷികമായി നോക്കിയാൽ എത്രയോ വലിയ വലിയ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നു, എത്രയോ ജ്ഞാനികളായ ആളുകളോട് സംസാരിക്കുന്നു. അവരോട് സുവിശേഷം പറയാനൊക്കെ മാനുഷികമായി നോക്കിയാൽ നമ്മുടെ മുട്ടിടിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ മുട്ടൊന്നും ഇടിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ എന്റെ പേരിലല്ല ചെല്ലുന്നത്. ആരുടെ പേരിലാണ് ചെല്ലുന്നത്? എന്റെ മോളിൽ ഒരു കർത്താവിരിപ്പുണ്ട്. ഞാൻ വെറും കഴുതയായിരിക്കും, എന്നെ ആരും മാനിക്കത്തില്ലായിരിക്കും. പക്ഷെ കർത്താവിന്റെ മോളിൽ കയറിയാൽ കർത്താവിന്റെ സകല അതോറിറ്റിയും അവൻ എന്നിലേക്ക് പകരുകയാണ്. അതുകൊണ്ട് കർത്താവ് കയറിയ കഴുതയെ പോലെ ആരുടെ മുമ്പിലും കയറി ചെല്ലാൻ എനിക്ക് മടിയില്ല. ഹല്ലേലൂയ. അവന്റെ അധികാരത്തിന് കീഴിലാണ് ഞാൻ. എന്നാൽ അതേപോലെ തന്നെ അവനെ റെപ്രസെന്റ് ചെയ്യുവാൻ അവൻ എനിക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം എന്ന് പറയുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റിയുമാണ്, എന്റെ ഉത്തരവാദിത്വവുമാണ്. എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. മനുഷ്യൻ എന്നെ കാവൽക്കാരനാക്കിയതായിരുന്നെങ്കിൽ എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനി അവനെ പ്രസാദിപ്പിച്ച് പറ്റിയില്ലെങ്കിൽ മാക്സിമം അവൻ എന്റെ കൂലി കുറയ്ക്കുമായിരിക്കും. അത്രേ ഉള്ളൂ. ജനങ്ങൾ എന്നെ ഒരു ആത്മീയ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് ശമ്പളത്തിനാക്കിയായിരുന്നെങ്കിൽ അവരെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? കൂലി കുറയ്ക്കാം, അല്ലെങ്കിൽ മാക്സിമം പറഞ്ഞു വിടാം. ഇതിക്കുള്ളൊന്നും സംഭവിക്കാനില്ലല്ലോ, ഇല്ലേ? പക്ഷേ കർത്താവ് എന്നെ പ്രതിനിധിയായിട്ട് ഈ ജനങ്ങളുടെ മധ്യത്തിൽ അവരുടെ കാവൽക്കാരനാക്കി എന്നെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. അതുകൊണ്ട് എനിക്ക് ആളുകളെ കളിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും മനുഷ്യരെ പ്രസാദിപ്പിച്ചുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലപ്പം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, പേടിയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എന്താ പേടിക്കാന്? അല്ല, ഇങ്ങനൊക്കെ സംസാരിക്കാൻ, ഞാൻ വെറുതെ ചോദിച്ചൊന്നും പറയുന്നൊന്നുമല്ല, ഇങ്ങനൊക്കെ സംസാരിക്കാൻ പേടിയില്ലേ? കാര്യം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച അവന്റെ വചനമാണ് നമ്മൾ പോയി പ്രസംഗിക്കുന്നത്. അല്ലാതെ അവിടെ ഇരിക്കുന്ന പ്രസിഡന്റിനെ സെക്രട്ടറിയെയും ബോധിപ്പിക്കാനൊന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അടുത്ത വർഷവും കൂടെ എനിക്കൊരു ചാൻസ് കിട്ടണമെന്ന് വെച്ച് സോപ്പിട്ടൊന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള ആ ഉത്തരവാദിത്വം, ബോധ്യം, അവിടെ ഒരു കോംപ്രമൈസിങ് മെസ്സേജ് നടത്തിയിട്ട് എനിക്ക് എങ്ങനെയാ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത്? നിത്യ
നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവീടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവീടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും താൻ. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം പിരിയാതൻ കൂടവേ പാർത്തിടും താൻ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലോ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലോ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോ. നിത്യമാം സ്നേഹത്തിൻ